ഹായ് ഓൾ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുറ്റത്തെ ചെടിത്തടത്തിൻ്റെ ഉള്ളിലൊക്കെ ആകെ കച്ചറ നിറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് അടുക്കളയിൽ കാര്യമായിട്ട് പണിയൊന്നും ചെയ്തില്ല കേട്ടോ. അവർ കുറച്ച് ചോറ് വെച്ചു, പിന്നെ അത് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങ കൊണ്ട് നല്ലൊരു ചമ്മന്തി അരക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 മാങ്ങ എടുത്തിട്ട് തോല് ചെത്തിയിട്ടാണ്, പിന്നെ 4 വറ്റൽമുളകും, പിന്നെ കുറച്ച് തേങ്ങയും, പിന്നെ കുറച്ച് ചെള്ളി എടുത്തു കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പും എടുത്തു. എന്നിട്ട് അതുകൊണ്ട് ഒരു ചമ്മന്തി ആക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആക്കാം കൂട്ടാനെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് അടിച്ചു വാരാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വാരിയതിന് ശേഷമാണ് ഷിബിലിമോൻ്റെ കൂടെ നിൽക്കാനെന്ന് വെച്ചിട്ട് കേട്ടോ. അവനാദ്യം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാ. നമ്മൾ ഷിബിലിമോന് കുറേ ആയിട്ട് എന്നോട് പറഞ്ഞ് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റിയെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടിച്ചു വാരുന്ന ഇടുന്ന ചമ്മലി ഉണ്ടാവും, പിന്നെ അതിലേക്ക് വീഴുന്ന ചമ്മലി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടുതലാണെങ്കിൽ ഒഴിവാക്കാനും വയ്യ, ചൂട് കാലല്ലേ. പിന്നെ മരത്തിനൊക്കെ അടിയിൽ ഒരു പുതിലായി കിടക്കുകയും ചെയ്യല്ലോ നനക്കുമ്പോഴേ. നമ്മൾ ഡെയിലി നനക്കാറുള്ളതാണ്. പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ നനവുണ്ടാകുമ്പോൾ പാമ്പുകളൊക്കെ അതിൽ വന്ന് കിടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറേയൊക്കെ ഒന്ന് എടുത്തു മാറ്റുക, കുറച്ചൊക്കെ പിന്നെ അതിൻ്റെ ചുവട്ടിൽ ഇടാമെന്ന് വെച്ചിട്ട് അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഷിബിലിമോനെ ഇറങ്ങിയതാട്ടോ. ആദ്യമൊക്കെ നമ്മളെ വീട്ടിൽ നല്ലോണം ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഷീറ്റ് ഇട്ടതിന് ശേഷം കുറേ ചെടികൾ പോയതാണേ. ഏതായാലും നല്ല വെയിലല്ലേ. അപ്പോൾ ഷിബിലിമോൻ അങ്ങനെ പുറത്തേക്ക് കളിക്കാൻ പോവാറില്ല കേട്ടോ. വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി എന്നെ സഹായിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൻ്റെ വെക്കേഷൻ. ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ ഇടയിലൂടെ അവിടെ മുല്ലപ്പൂവിൻ്റെ വള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കട്ട് ചെയ്ത് കാട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ് കേട്ടോ. പിന്നെ അത് ഞാൻ ആദ്യം നമ്മുടെ ആർച്ചുമൊക്കെ പടർത്തിയതായിരുന്നു കേട്ടോ. പിന്നെ ഷീറ്റൊക്കെ ഇട്ടപ്പോൾ അത് പിന്നെ അവിടുന്ന് വലിച്ചിട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ അത്യാവശ്യത്തിന് അതുകൊണ്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി ലിച്ചിൻ്റെ മരം ഉണ്ടല്ലോ ആദ്യമൊക്കെ ഒന്ന് പടർത്താമെന്ന് വെച്ചു. അതിന് വേണ്ടിയിട്ട് അവൻ എന്നെ വിളിച്ചതായിരുന്നു കേട്ടോ. അങ്ങനത്തെ എൻ്റെ അടിച്ചുവാരലും അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ അവൻ്റെ പണി അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതേ സബിൽ പാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാട്ടിനനുസരിച്ച് കളിക്കാണ് കേട്ടോ ഈ കാണുന്നത്. അവന് പറയുന്നു പാട്ടിടണം, പാട്ടിട്ടാലേ പണി നീങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടോ സബ് കൊടുന്ന് വെച്ചിട്ടുള്ളത്. എനിക്കാണെന്നുണ്ടെങ്കിൽ എടുക്കണ പണി പെട്ടെന്ന് ചെയ്ത് തീർക്കുവാണ് കേട്ടോ. എന്നാലേ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, കുറച്ച് ടൈം വൈകി കഴിഞ്ഞാലും ഇവിടെ പണിയെടുക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിൽ കൊള്ളണില്ലല്ലോ. പിന്നെ അത്യാവശ്യത്തിന് ഇങ്ങനെ കാറ്റും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ പണിയെടുക്കുകയും ചെയ്യാം. അതേട്ടാ ഞങ്ങൾ കുറച്ച് ടൈം വൈകിയാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിന്നത്. അങ്ങനത്തെ അൽഹംദുലില്ലാ എൻ്റെ അടുക്കള പണിയും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഇറങ്ങിയിട്ട് അവൻ്റെ കൂടെ. അവനെ കൊണ്ട് ഒറ്റയ്ക്ക് എടുത്താൽ കഴിയുമല്ലോ. പിന്നെ 2 പേരും കൂടി ആകുമ്പോൾ എളുപ്പം കഴിയുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി തുടങ്ങിയിട്ടോ. ചെടികളൊന്നും ഇപ്പോൾ ഉഷാറാവണില്ല കേട്ടോ. കാരണം വെയിൽ തട്ടാഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇവിടെ തണലത്ത് നടുന്ന ചെടികളിട്ടേ ഇവിടെ പറ്റുള്ളൂ. അങ്ങനെ അത് ചെടികളൊക്കെ എടുത്ത് വെക്കൽ കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇത് കച്ചറ വാരാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. കച്ചറ നല്ലോണം ഉണ്ട് കേട്ടോ. ചുമല ഫുള്ള് അടഞ്ഞ് കിടക്കുകയാണ്. ഇതാ കണ്ടില്ലേ. ഞാൻ ഇങ്ങനത്തെ മുറ്റത്തൊക്കെ എന്തെങ്കിലും പണി ഉണ്ടെന്നുണ്ടെങ്കിൽ അടുക്കളപ്പണി കഴിഞ്ഞിട്ടേ ഞാൻ പുറത്തേക്ക് നിൽക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ ഞാൻ തന്നെയല്ലേ നിൽക്കാനുള്ളൂ. അപ്പോൾ പിന്നെ അടുക്കളപ്പണി കഴിയണതിൻ്റെ മുന്നേ ഇങ്ങനെയുള്ളതിന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണി അവിടെ കിടക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്ത് പണി ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അടുക്കളപ്പണി കഴിഞ്ഞിട്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. അങ്ങനെ നമ്മൾ മുറ്റത്തുള്ള മാവുണ്ടല്ലോ, ആദ്യമേ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കായ്ച്ചതാണ്. അപ്പോൾ ഈ ഉണങ്ങിയിരിക്കണ ഈ കൊമ്പ് ഞാൻ വലിക്കുന്നത് അതിലാട്ടെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എന്നാവോ അതാകെ ഒടിഞ്ഞു തൂങ്ങിയിട്ടാ. അപ്പോൾ പിന്നെ അതിലെ മാങ്ങൊക്കെ നാളെടുത്തിരുന്നു. ഇന്നലത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഉണങ്ങിയ കമ്പ് എടുത്തു മാറ്റുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അതിനുശേഷം കുറച്ച് പണിയൊക്കെ ചെയ്തതിന് ശേഷം ഉമ്മച്ചിയെ വിശക്കണം, ഉമ്മച്ചിയെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് നമ്മൾ ഷിബിലിമോൻ പറയാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ പിന്നെ അലുവ കഷ്ണം ഉണ്ടായിരുന്നിട്ട്, പിന്നെ 2-3 മടക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്നു. പിന്നെ നാരങ്ങ വെള്ളം ആയിരുന്നിട്ട് കലക്കിയത്. അങ്ങനെ അത് 2 പേരും കൂടി അതിൻ്റെ ഇടയിലൂടെ കുടിക്കുകയാണേ. പിന്നെ അത് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും പണി തുടങ്ങി കേട്ടോ. പിന്നെ കച്ചറകളൊക്കെ എടുത്തിട്ട് ഒഴിവാക്കാൻ വേണ്ടി എടുക്കുകയാണേ. ഈ സമയം നമ്മൾ ഫിനിമോൾ വീട്ടിലില്ല കേട്ടോ. അവൾ പിന്നെ അടുത്ത വീട്ടിൽ പോയതായിരുന്നു. പിന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പണിക്ക് പോയതായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അത് കച്ചറകളൊക്കെ എടുത്തിട്ട് 2 പേരും കൂടി ബാക്കിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ.
നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് തൈകളിൽ ലിച്ചി മാത്രമേ കായ്ക്കാനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിട്ടാണ്. അങ്ങനെ അതൊക്കെ കൊണ്ട് പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ബാക്കിയുള്ള കച്ചറം കൂടി എടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ശരിക്കും നോമ്പിന് നനച്ചുടിപ്പണി എടുത്തില്ല, അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല കേട്ടോ. എല്ലാ പണികളും കൂടി ആയപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ സമയം ഒരുപാടായി. പിന്നെ കാലിൽ വെരിക്കോസ് ഉള്ളതുകൊണ്ട് പിന്നെ നടന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ മതിയെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എപ്പോഴും ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പോൾ പിന്നെ ഷിബിലി മോൻ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തോ പോലെ തോന്നാം. ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചമ്മലകളൊക്കെ മരത്തിൻ്റെ ചുവട്ടിലും തെയ്യകളുടെ ചുവട്ടിലൊക്കെ വേണം. എന്താണെന്ന് വെച്ചാൽ ചൂട് കാലമല്ലേ, അവർക്ക് ഒരു ആശ്വാസം കിട്ടില്ല നമ്മൾ നനക്കുമ്പോൾ. ഇങ്ങനെ ഓവറാവാനും വയ്യല്ലേ. അങ്ങനെ ഏകദേശം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ 2 ചെടിത്തരും അടിച്ച് വാരിയതിന് ശേഷം ഞങ്ങൾ ചെയ്യുന്നത് നല്ല കുറച്ച് ചമ്മലെടുത്തുകൊണ്ട് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മരം എന്ന് വെച്ചാൽ ലിച്ചിമരവും പേരക്കമരവും റംബൂട്ടാൻ മരമൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നല്ലത് എടുത്തുകൊണ്ട് അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ചെടികൾ എന്നും ഡെയിലി നനക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ വെള്ളം കുറവായതിൻ്റെ പേരിൽ 4 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഞാൻ ഇടയ്ക്കിടെ ചെടികൾക്കും തൈകൾക്കൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടോ. അതിനുശേഷം ഞങ്ങളുടെ അടുത്ത പണി തുടങ്ങുകയാണ്. എന്താണെന്ന് വെച്ചാൽ ചെടികളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഇപ്പോൾ പിന്നെ തീരെ ഇല്ല കേട്ടോ, പൂക്കളുള്ള ചെടികളൊന്നും. പൂക്കളില്ലാത്ത ചെടികളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷീറ്റ് ഇട്ടതുകൊണ്ട് വെയിലില്ലല്ലോ, അതുകൊണ്ടാണ്. വെയിൽ വേണമല്ലോ ഏത് പൂക്കളുള്ള ചെടികളുണ്ടാവാനും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വളർത്തുന്നത്, അതുപോലെ പൂക്കളൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാനൊക്കെ. പക്ഷേ ആദ്യം നല്ലോണം പൂക്കളുള്ള ചെടികളൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും ഉണ്ടാവണില്ല കേട്ടോ ഷീറ്റ് ഇട്ടതുകൊണ്ട്. അങ്ങനെ ചെടിച്ചട്ടിയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ചെടി ഓരോന്നായിട്ട് വെക്കുകയാണ് കേട്ടോ. ഞാൻ ചെയ്യാൻ അങ്ങനെ ചെയ്യൂട്ടാ. പിന്നെ തുടങ്ങൂട്ടാ കാലിന് വേദന. അപ്പോൾ പിന്നെ ചെയ്യേണ്ടിണ്ടായിരുന്നില്ല എന്നൊക്കെ തോന്നൂട്ടാ. എന്നാലും നമ്മളെ വീടല്ലേ, നമുക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത പണി മുഴുവനാക്കാൻ നിൽക്കൂട്ടാ. അതിൻ്റെ ഇടയിൽ ഷിബിലി മോൻ്റെ തണുത്ത വെള്ളം കൊണ്ടുവന്നിട്ടാ, അതും കുടിച്ചു വീണ്ടും പണി തുടങ്ങി. പിന്നെ അൽഹംദുലില്ലാ മൊത്തം ചെടികളും അതുപോലെ തന്നെ വെച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ മുറ്റം ക്ലീനാക്കി എടുക്കണം. മുറ്റാകെ പരന്ന് കിടക്കണമല്ലോ. മുറ്റത്തെ ക്ലീനാക്കൽ ചെയ്തപ്പോഴേക്കും നമ്മൾ ഫിനിമോൾ എത്തിയിട്ട് അവളെ കളി തുടങ്ങിയിട്ടാ. പിന്നെ ഞാൻ അടിച്ചു വരാമെന്ന് ഇറങ്ങി. പിന്നെ അപ്പോഴേക്കും നമ്മൾ ഷിബിലി മോന് പറഞ്ഞു അവന് ഈ ചെടിത്തടത്തിൻ്റെ തുണ്ടുണ്ടല്ലോ അത് പിന്നെ അവനും ക്ലീനാക്കിക്കോളാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ചെയ്യാനായിട്ടോ. എന്നാൽ പെട്ടെന്ന് സമയം ഒരുപാടായിട്ടുണ്ട്. പിന്നെ ഫുഡാണെങ്കിൽ കഴിച്ചിട്ടില്ല. സമയം അപ്പോഴേക്കും 2 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ മെയിനായിട്ട് വെള്ളമല്ലേ കുടിക്കല്ലേ, കാരണം ചൂടല്ലേ, നല്ലോണം വെള്ളമല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെല്ലുന്നത്. എന്നാലും വേണ്ട ഫുഡ് കഴിക്കണ്ടേ. അങ്ങനത്തെ കച്ചറകളൊക്കെ മുറ്റത്തേത് അടിച്ചു വാരി. അപ്പോഴേക്കും ഫിനുമോൾ പറഞ്ഞു ആ കച്ചറ അവൾ കൊണ്ടുപോയിട്ടോളാം, അവൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് പിന്നെ അവൾക്കും കൊടുത്തു. അങ്ങനെ നമ്മൾ മുറ്റും ചെടിത്തടും സൂപ്പറായിട്ടാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നീട് ചെയ്യാമെന്ന് ഞാൻ ഷിബിലിമോനോട് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ കാല് നല്ലോണം കടയുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഒരു ദിവസം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മുറ്റത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ചമ്മന്തി മീനും ചോറും കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.